ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉള്ളവരാണോ? നിങ്ങളുടെ എബൌട്ട് എടുത്തൊന്ന് ചെക്ക് ചെയ്യൂ. അതിലെന്താ എഴുതി വെച്ചിരിക്കുന്നത്? ചിലരൊന്നും എഴുതിയിട്ടുണ്ടായിരിക്കില്ല. ചിലർ എഴുതിയിരിക്കുന്നത് റിസ്യൂമിലെ പ്രൊഫൈൽ സമ്മറി പോലെയുള്ള ഒരു ജനറിക് ആയിട്ടുള്ള ഒരു ടേമാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളും നമുക്ക് വായിക്കാൻ തോന്നുന്നത് അതിനകത്തൊരു വളരെ ക്യാപ്റ്റീവ് ആയിട്ടുള്ളൊരു ഹുക്ക് ഉള്ളതുകൊണ്ടാണ്. സോ നമ്മുടെ ലിങ്ക്ഡിൻ എബൌട്ടും അങ്ങനെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് റീഡ് ചെയ്യിക്കാൻ തോന്നുന്ന ഒരു ഹുക്ക് വേണം. എന്താണ് ഈ ഹുക്ക് എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. മറ്റൊന്നുമല്ല, നിങ്ങളെ യുണീക്ക് ആക്കുന്നത് എന്താണ്, മറ്റുള്ളവരിൽ നിന്നും നിങ്ങളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ എക്സ്പീരിയൻസ് ആയിരിക്കും, എക്സ്പെർട്ടീസ് ആയിരിക്കും, സർട്ടൻ സ്കിൽ സെറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതെന്താണെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെ ഒരു ഹുക്കിൽ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാണുന്നവർക്ക് തുടർന്ന് വായിക്കാനായിട്ട് തോന്നണം. സോ വൈ യു എന്നുള്ളതായിരിക്കണം തുടങ്ങേണ്ടത്. വൈ, ഹൗ, ഹൂ, വാട്ട്. നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ട് ഇതിനെല്ലാം ഒരു ഉത്തരം കണ്ടെത്തുക. അതെല്ലാം ഡെവലപ്പ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി. കരിയറിലെ എല്ലാ കാര്യങ്ങളും ഒരു സ്റ്റോറി ആയിട്ട് കണക്ട് ചെയ്യുക. ലൈക്ക് ഞാൻ ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്തു നിന്നാണ്, ആൻഡ് ഞാൻ ഇന്നതാണ് പഠിച്ചത്, ഞാൻ ഇന്ന കോളേജിലായിരുന്നു, പിന്നെ ഞാൻ ഇന്ന ജോലി ചെയ്തു. അങ്ങനെ വളരെ പ്ലെയിൻ ആയിട്ട് എഴുതാതെ വൈ അങ്ങനെ ഒരു കോഴ്സ് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്, കോളേജിൽ ഒരു എന്തെങ്കിലും പർട്ടിക്കുലർ നമ്മളെ കുറേ കൂടെ ഇൻസ്പയർഡ് ആക്കിയ കരിയറിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഇൻസ്പയർഡ് ആക്കിയ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് എഴുതുക. കോളേജിൽ നിന്ന് കിട്ടിയ ഒരു മേജർ ലേണിംഗ്, അവിടെ ചെയ്ത നമ്മൾ ഇൻവോൾവ് ആയിട്ടുള്ള എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി, ആൻഡ് ഓൾസോ നമ്മുടെ ആദ്യ ജോലി, അവിടെ ആ ഒരു ജോലി സ്ഥലത്ത് നിന്ന് നിങ്ങൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ, അവിടെ മീറ്റ് ചെയ്ത എന്തെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു മെൻറ്റർ ഉണ്ടെങ്കിൽ അവരെ പറ്റി അങ്ങനെയെല്ലാം കണക്ട് ചെയ്ത് എഴുതുമ്പോൾ യു വിൽ ഗെറ്റ് എ ഗുഡ് സ്റ്റോറി. അതിനൊരു സ്റ്റോറി ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്ത് എഴുതാനായിട്ട് ഈസിയാണ്. ആൻഡ് യു ക്യാൻ യൂസ് എ ടൂൾസ് ടു ഡെവലപ്പ് ദ സ്റ്റോറിയാണ്. പിന്നെ നിങ്ങളുടെ മേജർ അച്ചീവ്മെൻറ്റ്സ്, അത് പേഴ്സണൽ ലൈഫിൽ നിന്നായിരിക്കാം, നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ നിന്നായിരിക്കാം. നിങ്ങൾ ഇൻവോൾവ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ സ്കിൽസുമായിട്ട് കണക്ട് ചെയ്ത് എഴുതുക. മേ ബി ചില വോളണ്ടിയറിങ് എക്സ്പീരിയൻസ് ആയിരിക്കാം, അത് നിങ്ങളുടെ ഒരു കോർഡിനേഷൻ സ്കിൽസിനെ ഭയങ്കരമായിട്ട് സ്ട്രെങ്തൻ ചെയ്തു. അങ്ങനെയൊക്കെ നമുക്കതിനെ കണക്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ്, നമ്മുടെ പ്രൗഡ് മൊമെൻറ്റ്സ്, ഇതെല്ലാം ഒന്ന് റീകളക്ട് ചെയ്ത് അതിനെ കൃത്യമായിട്ട് സ്കിൽസുമായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാമെന്നൊന്ന് തിങ്ക് ചെയ്ത് യു ക്യാൻ റൈറ്റ്. അതായത് ഈ സ്റ്റോറിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എബൌട്ടിനെ കുറേയും കൂടെ കീവേഡ് ഒപ്റ്റിമൈസ്ഡ് ആക്കാം. ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മേ ബി ചില ടൂൾസ് ഉണ്ടായിരിക്കാം, പ്രൊഫഷണൽ കീവേഡ്സ് ഉണ്ടായിരിക്കാം, സ്കിൽ സെറ്റ്സ് ഉണ്ടായിരിക്കാം. അതായത് ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു റോളിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിമാൻഡ് ചെയ്യുന്ന certain സ്കിൽസ് ഉണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള സ്കിൽസ്, അങ്ങനെയുള്ള കീവേഡ്സ്, ഇതെല്ലാം എബൌട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇൻക്ലൂഡഡ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ അതൊന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യാനായിട്ട് ചില ലിങ്ക്ഡിൻ പ്രൊഫൈൽ ലിങ്ക്സ് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അവരുടെ പ്രൊഫൈലൊന്ന് ചെക്ക് ചെയ്തിട്ട് അവരെങ്ങനെയാണ് എബൌട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാം. ഇവോൾവേഴ്സിൽ വരുന്ന ലിങ്ക്ഡിൻ മേക്ക് ഓവർ ക്ലയൻസിനോട് നമ്മളിങ്ങനെ ഈ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യാനായിട്ട്, ഒരു സ്റ്റോറി നറേറ്റീവ് സ്റ്റൈലിൽ എബൌട്ട് ഒന്ന് ബിൽഡ് ചെയ്യാനായിട്ട് അവരെടുത്ത മേജർ അച്ചീവ്മെൻറ്റ്സ്, ഇങ്ങനത്തെ ഇൻസിഡൻസ്, മൊമെൻറ്റ്സ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാണ് പറയാറ്. മെജോറിറ്റി ആളുകളും അങ്ങനെ ചിന്തിക്കുന്നവരാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊരു വെറുതെ തോന്നുന്നതായിരിക്കാം. ജസ്റ്റ് ഇരുന്നൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരുപാട് നല്ല സ്റ്റോറികൾ, ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോറി, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്പയർഡ് ആയ വ്യക്തികൾ, അങ്ങനെ ഒരുപാട് പേരെ കണ്ടെത്താൻ പറ്റും. സോ അല്പം ഇരുന്ന് ചിന്തിച്ചാൽ യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ ഇനിയൊരു നല്ല കിഡിലൻ ലിങ്ക്ഡിൻ എബൌട്ട് പ്രിപ്പയർ ചെയ്യുക. ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ റിവ്യൂ ചെയ്ത് സജഷൻസ് നൽകാം. സോ താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.